ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ 14 മേട രവി സംക്രമമാണ്. അതായത് സൂര്യൻ മേടം രാശിയിലേക്ക്, സൂര്യൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ സൂര്യൻ്റെ മേടരാശിയിലേക്കുള്ള രാശിമാറ്റം ഏത് രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2026 ഏപ്രിൽ 14 മേടരവി സംക്രമം. സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയായ മേടം രാശിയിലേക്ക് രാശി മാറുന്നു. മേടം രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശിയാണ്. അതായത് സൂര്യൻ്റെ മിത്രരാശിയാണ്. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങളുടെ രാജാവായിട്ടാണ് സൂര്യനെ കാണുന്നത്. ഇപ്പോൾ ചൊവ്വയുടെ രാശി എന്ന് പറയുമ്പോൾ അത് ചൊവ്വ യുദ്ധകളത്തിലെ ഒരു യോദ്ധാവായിട്ട്, സേനാനായകനായിട്ട് നമുക്ക് കാണാം. ഇപ്പം മേടം രാശിയിലേക്ക് സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ യുദ്ധകളത്തിലേക്ക് രാജാവ് എഴുന്നള്ളുന്നതിന് സമാനമായിട്ടുള്ള ഒരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് രാജാവിൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലിലൊക്കെ ഉന്നത പദവികളിലൊക്കെ എത്തുന്നതിനും ഉയർന്ന അധികാരങ്ങൾ ലഭിക്കുന്നതിനും അതുപോലെ കൂടുതൽ തൊഴിലിടത്ത് ആക്റ്റീവ് ആകുന്നതിനും ആത്മവിശ്വാസം കൂടുന്നതിനൊക്കെ, അത് മാത്രമല്ല തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ റെക്കഗ്നീഷനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ ഒരു ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ ഉയർത്തപ്പെടുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുക. അതേസമയം നമുക്ക് ഈ സൂര്യൻ്റെ പ്രീതിയൊക്കെ കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ജാതകത്തിലൊക്കെ സൂര്യൻ മോശസ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ പൊതുവിൽ നമുക്ക് അത് ഉച്ചരാശിയിലേക്ക് വരുന്നത് ഗോചരത്തിൽ ഗുണാനുഭവം ഉണ്ടാക്കും. എങ്കിലും ഇപ്പോൾ ഈ സൂര്യൻ്റെയൊക്കെ കടാക്ഷം കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിലൊക്കെ തരം താഴ്ത്തലുകൾക്ക്, അപവാദങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയവും കൂടിയാണ്. പ്രത്യേകിച്ച് സൂര്യൻ മേടം രാശിയിലൊക്കെ വരുമ്പോൾ പൊതുവെ ഒരു ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി, ഇഗോയിസ്റ്റിക് ബിഹേവിയർ കൂടാനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ എല്ലാവർക്കും ഒരു ക്ഷമയില്ലായ്മയുടെയൊക്കെ സമയം എന്ന് പറയാം. അതൊക്കെ ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്. ഇഗോയിസ്റ്റിക് ക്യാരക്ടർ, അതുപോലെ ക്ഷമയില്ലായ്മ, അതുപോലെ മറ്റുള്ളവരുടെ മേൽ കൂടുതൽ ആധിപത്യം പുലർത്തുക, ഇത്തരത്തിലുള്ള ചില നെഗറ്റീവ് ക്വാളിറ്റീസും ആ സൂര്യൻ ഉച്ചരാശിയിലേക്ക് വരിക വഴി ഉണ്ടാകും. അപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഈ സൂര്യൻ മേടം രാശിയിലേക്ക് വരിക വഴി ഉണ്ടാകും. അപ്പോൾ ഏത് രീതിയിലായിരിക്കും സൂര്യൻ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് നോക്കാം. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും മേടം രാശിയിലേക്ക് സൂര്യൻ്റെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കും നോക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ പെടുന്നവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ 5-ാം ഭാവാധിപനാണ്, ത്രികോണ ഭാവാധിപനാണ്, ശുഭത്വമുള്ള ഗ്രഹമാണ്. ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14 ജന്മരാശിയിലാണ് ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നത്. അപ്പോൾ സൂര്യൻ ജന്മരാശിയിലേക്ക് ഉച്ചസ്ഥിതിയിൽ വരുന്നു. അത് മെയ് 14 വരെ ആ ജന്മരാശിയിൽ സൂര്യൻ്റെ സ്ഥിതി ഉണ്ടാകും. അപ്പോൾ പൊതുവെ നമുക്ക് സൂര്യൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതിനൊക്കെ ആകുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് പൊതുവെ ഇവരുടെ പേഴ്സണാലിറ്റി, ഈ കൂറുകാരുടെ വ്യക്തിപ്രഭാവമൊക്കെ ഉയരുന്ന സമയമെന്ന് പറയാം. ശാരീരികമായിട്ട് ഊർജം കൂടുന്ന സമയമാണ്. പൊതുവെ ഒരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമെന്ന് പറയാം. സ്പിരിച്വൽ തലത്തിലൊക്കെ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പം പഠിതാക്കൾക്ക് പഠനത്തിൽ വളരെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. കർമ്മനേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ സൂര്യൻ്റെ ഒരു സ്ഥിതിയൊക്കെ വരുമ്പോൾ ബോഡി സംബന്ധമായിട്ട് അല്പം ഹീറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ജന്മരാശിയിൽ സൂര്യൻ്റെ സ്ഥിതി വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കമിതാക്കൾക്കിടയിലൊക്കെ ചിലപ്പോൾ അല്പം ഈഗോ ഇഷ്യൂസൊക്കെ ചിലപ്പം ഈ സമയത്ത് ഉണ്ടായെന്നൊക്കെ വരാം. അപ്പോൾ പൊതുവെ ജന്മരാശിയിലാണ് ആ സൂര്യൻ്റെ സ്ഥിതി വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പൊതുവെ സൂര്യൻ ഉച്ചരാശിയിലേക്കാണ് രാശി മാറുന്നത് എന്നുള്ളത് കൊണ്ട്
ഇപ്പോൾ സർക്കാർ സർവീസിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റം എന്ന് പറയാം. അതായത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭീഷ്ട കാര്യങ്ങൾ നടക്കുന്ന സമയം എന്ന് പറയാം. 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് തൊഴിലിൽ ഉയർച്ച, അല്ലെങ്കിൽ തൊഴിലിലെ ഭാഗ്യാനുഭവങ്ങൾ, ഉയർന്ന അധികാരങ്ങൾ, സ്ഥാനക്കയറ്റം, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റെപ്യൂട്ടേഷൻ, ഇതിനൊക്കെ സാധ്യത തൊഴിലിടത്ത് ഉണ്ടാകാവുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിൽ, സ്പെക്കുലേറ്റീവ് തലത്തിൽ ഒക്കെ തന്നെ വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭരണതലത്തിൽ നല്ല സ്വാധീനം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. സൂര്യൻ നമ്മുടെ ആത്മകാരകനും കൂടിയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് മാനസികമായിട്ടൊരു വികാസം, നല്ല കാഴ്ചപ്പാട്, നല്ല ചിന്തകൾ ഒക്കെ ഈ സൂര്യൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിലായി വരിക വഴി ഉണ്ടാകും. പൊതുവെ ഈശ്വര കടാക്ഷത്തിൻ്റെ സമയം എന്ന് പറയാം. ഉയർന്ന ജോലികളൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന സമയമാണ്. അതേസമയം തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സൂര്യൻ്റെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ന് പറയുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാകും. ബിസിനസ്സുകാർക്കായാലും അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രൊഫഷണൽ ലൈഫിലുള്ള പ്രശ്നങ്ങൾക്ക്, എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രൊഫഷണൽ തലത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും മേലുദ്യോഗസ്ഥരുടെ ഇടപെടൽ കൊണ്ട് അതൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട്. പൊതുവേ നമുക്ക് സൂര്യൻ ഉച്ചരാശിയിൽ വരിക വഴി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ഊർജ്ജസ്വലതയൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട്. പഠനത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ഉച്ചസ്ഥിതിയിൽ വരുന്നത്. അപ്പോൾ പൊതുവെ പുതിയ കോഴ്സുകളിലൊക്കെ പഠനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാനൊക്കെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയായിരിക്കും ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്ത്, അതായത് 5ൻ്റെ ഭാഗ്യസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. സർക്കാർ തൊഴിലിനായിട്ടൊക്കെ ഉയർന്ന പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും. കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ നല്ല ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അതുപോലെ നല്ല ഒരു മാനസികാവസ്ഥയാണ്. ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കുന്ന സമയമാണ്. സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സൂര്യൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരിക വഴി മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും. അതുപോലെ വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് തൊഴിലിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ അതേസമയം നമുക്ക് ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ആധ്യാത്മിക ചിന്ത പ്രത്യേകിച്ച് കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. അതുവഴി ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഉപാസന സ്ഥാനമാണ് 5-ാം ഭാവം. ആ 5-ാം ഭാവാധിപൻ ഉച്ചസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആത്മീയമായിട്ടുള്ള ഉയർച്ച, ഡിവൈൻ ബ്ലെസ്സിങ്സിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ജന്മരാശിയിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലൊക്കെ വരുമ്പോൾ അല്പം മുൻകോപമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം. അല്പം തർക്ക സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ ഈ കൂടുകാരുടെ ഭാഗത്തുണ്ടാകാം. മറ്റുള്ളവരെ അടക്കി വാഴാനുള്ള ഒരു മനോഭാവമൊക്കെ ചിലപ്പോൾ ഈ കൂടുകാർക്കുണ്ടാകാം. ജന്മരാശി നിൽക്കുന്ന സൂര്യൻ 7-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 7-ാം ഭാവാധിപനായ ശുക്രൻ 18 വരെ ജന്മരാശിയിലുണ്ട്. അപ്പോൾ പൊതുവെ 7-ലൊക്കെ ആ സൂര്യൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നീച ദൃഷ്ടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആ ശുക്രനും സൂര്യനുമായിട്ടൊക്കെ 18 വരെയൊക്കെ ഒരു ബന്ധം ജന്മരാശിയിലുണ്ട്. അപ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ, പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പിൽ ഒക്കെ തന്നെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ കോൺട്രാക്ച്വൽ നമ്മൾ പുതിയ കരാറുകളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ, പുതിയ കരാറുകളിലൊക്കെ ഒപ്പുകൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പൊതുവെ ദാമ്പത്യ ബന്ധത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. കാരണം 7-ാം ഭാവരാശിയിൽ ആ സൂര്യൻ്റെ ദൃഷ്ടി വരികയാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതനാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അവിടെയും സൂര്യൻ 4-ാം ഭാവാധിപനാണ്, കേന്ദ്രഭാവാധിപനാണ്, ശുഭത്വമുള്ള ഗ്രഹമാണ്. ആ 4-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14-ന് 12-ാം ഭാവരാശിയിലാണ്, ഈ കുറുകാരുടെ 12-ാം ഭാവരാശിയിലാണ് ഉച്ചസ്ഥിതനാകുന്നത്. മെയ് 14 വരെ ആ സൂര്യൻ
12ാം ഭാവരാശിയിൽ ഉണ്ടാകും. ജന്മരാശിയാധിപനായ ശുക്രൻ ഇപ്പോൾ 12ാം ഭാവരാശിയിൽ നിൽക്കുകയാണ്. ഏപ്രിൽ 18 വരെ ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ് ആ ശുക്രൻ ജന്മരാശിയിലേക്ക് മാറുന്നുണ്ട്. അപ്പം പൊതുവേ നമുക്ക് ഈ 4ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 12ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വിദേശ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനുകൂല സമയം എന്ന് പറയാം. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവർക്ക് അതിനൊരു പരിഹാരം ചിലപ്പോൾ ഈ സൂര്യൻ്റെ 12ാം ഭാവരാശിയിലെ ഉച്ചസ്ഥിതി കൊണ്ടുണ്ടാകാം. വിദേശത്ത് പ്രത്യേകിച്ച് 4ാം ഭാവാധിപനാണ് ഈ 12ൽ വരുന്നു എന്നുള്ളത് കൊണ്ട് വിദേശത്തൊക്കെ പാർപ്പിടം ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്തൊക്കെ വസ്തു വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഈ സൂര്യൻ്റെ, അതായത് ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള സമയം അതിന് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് 4ാം ഭാവാധിപൻ 12ൽ ഉച്ചസ്ഥിതനാകുമ്പോൾ കുടുംബാംഗങ്ങളുമായിട്ടോ മാതാവുമായിട്ടോ ഒക്കെ തന്നെ സുഖയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് ദൂരയാത്രകൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ നമുക്ക് ഈ 4ാം ഭാവാധിപൻ 12 വരുമ്പോൾ പ്രത്യേകിച്ച് വീട്, വാഹനം, അതുപോലെ നമുക്ക് ഈ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ലക്ഷറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുവഴിയൊക്കെ നമുക്ക് കുടുംബപരമായിട്ട് കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി പണച്ചെലവ് കൂടാവുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ചിലവ്, ഇപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട്, കുടുംബ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്, യാത്രാ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഈ സമയത്തുണ്ടായെന്ന് വരാം. അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ മറ്റുള്ളവരെക്കാളും കൂടുതൽ നല്ല സാധനങ്ങളൊക്കെ വാങ്ങണമെന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കൈവശമുള്ള പണം ചിലവാക്കാനൊക്കെ സാധ്യതയുണ്ട്. അല്പം സ്വാർത്ഥ ചിന്തയൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മൾ ഈ സാമ്പത്തിക കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ധനവ്യയം എന്ന് പറയുന്നത് ധനാഗമനത്തെക്കാളും കൂടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് 4ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 12ൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. അതുപോലെ മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. അപ്പോൾ കുടുംബ ചെലവിൽ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് സുഖക്കുറവ്, 4ാം ഭാവാധിപൻ 12 വരുമ്പോൾ ഒരു സുഖക്കുറവ് അനുഭവപ്പെടാം. ചിലപ്പോൾ ഉറക്കക്കുറവിന് സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഇവർക്ക് ഈ കുറുകാർക്ക് ഉണ്ടായെന്ന് വരാം. അതുപോലെ തൊഴിലിൽ നമ്മൾ സർക്കാരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം. സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ അല്പം ചിലവ് കൂടാനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നികുതി സംബന്ധമായോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനുവേണ്ടി ചിലപ്പോൾ പണച്ചെലവ് വേണ്ടി വരാം. അതുപോലെ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെയൊക്കെ നോക്കണം. ഉയർന്ന ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് 12ലാണ് സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ 12ൽ വരുമ്പോൾ നമുക്ക് ഒരു ഒറ്റപ്പെടൽ, ഒരു ഐസൊലേഷൻ ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതേസമയം സ്പിരിച്വൽ തലത്തിൽ വളരെ ഫോക്കസ് കൂടാവുന്ന സമയവും കൂടിയാണ്. അത് അങ്ങനെ സ്പിരിച്വൽ തലത്തിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടുമ്പോൾ ഇമോഷണലായിട്ടുള്ള ഒരു സെക്യൂരിറ്റി നമുക്ക് ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ യഥാർത്ഥത്തിൽ ഈ സൂര്യൻ 6ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 6ാം ഭാവം എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം നീച രാശിയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു 12ൽ നിൽക്കുന്ന സൂര്യൻ 6ൽ നീചദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ നമ്മുടെ സേവന മേഖലയിലൊക്കെ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. അതുപോലെ കർമ്മമണ്ഡലത്തിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അതുപോലെ തന്നെ 6ാം ഭാവാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ ഇപ്പോൾ 12 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ മെഡിക്കൽ എക്സ്പെൻസ്,
ഇവയൊക്കെ വരാം. അതുപോലെ തന്നെ ശത്രുക്കൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആറാം ഭാവത്തിലേക്കുള്ള ആ സൂര്യൻ്റെ ദൃഷ്ടി എന്ന് പറയുന്ന നീചദൃഷ്ടി ആയതുകൊണ്ട് ശത്രുക്കളുടെ നീക്കങ്ങളെ പറ്റിയൊക്കെ ഒരു കരുതൽ ഉണ്ടാകേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ കർമ്മമണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. അതുപോലെ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു ഗുണാനുഭവം ഉണ്ടാകണമെന്നില്ല. അതുപോലെ നമ്മൾ മാരിറ്റൽ ലൈഫിലും ഒരു ടെൻഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, പൊതുവെ മാനസികമായിട്ട് ഒരു ടെൻഷൻ ചിലപ്പോൾ ഈ 4-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 12-ൽ സ്ഥിതി വരിക വഴി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ മേടം രാശിയിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകയിരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്ന് പറയുന്നത് 3-ാം ഭാവാധിപനാണ്. 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14-ന് അവരുടെ 11-ാം ഭാവരാശിയിൽ നേട്ടത്തിൻ്റെ രാശിയിലാണ് ഉച്ചസ്ഥിതനായിട്ട് വരുന്നത്. മെയ് 14 വരെ സൂര്യൻ 11-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും. എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് 11-ാം ഭാവം ഇച്ഛാപൂർത്തി സ്ഥാനമാണ്. അപ്പോൾ നമുക്ക് ഈ സാമൂഹിക ബന്ധങ്ങൾ വഴിയോ സൗഹൃദങ്ങൾ വഴിയോ ഒക്കെ തന്നെ ചില സാമ്പത്തിക നേട്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. ജോയിൻ്റ് ആയിട്ടുള്ള സംരംഭങ്ങൾ വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 3-ാം ഭാവാധിപൻ 11-ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട്. അപ്പോൾ സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു ഫലം അവർക്ക് ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. തൊഴിലിലൊക്കെ ഊർജ്ജസ്വലത കൂടും. പ്രത്യേകിച്ച് ഏത് പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നതിനും ഒരു ലീഡർഷിപ്പ് തലത്തിലൊക്കെ എത്തുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഹാർഡ് വർക്കിന് തയ്യാറാവുന്ന സമയമാണ്. അതുവഴി അവരുടെ ലക്ഷ്യങ്ങൾ, ഏത് പരിശ്രമം നടത്തിയും പരിശ്രമത്തിലൂടെയും അവരുടെ ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ഊർജ്ജസ്വലത ഈ കൂറുകാർക്ക് 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 11-ൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകും. പൊതുവെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഇമ്പ്രസീവ് ആകുന്ന സമയമായിരിക്കും. മേലുദ്യോഗസ്ഥരുടെ സഹായമൊക്കെ ഇവർക്കുണ്ടാകും. പൊതുവെ പ്രീതിയൊക്കെ കൂടുന്ന സമയം എന്ന് പറയാം. അതുപോലെ പ്രത്യേകിച്ച് മീഡിയ, അഡ്വർടൈസിങ്, അതുപോലെ മാർക്കറ്റിംഗ്, അതുപോലെ പബ്ലിഷിംഗ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് സൂര്യൻ ഈ 11-ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടിയാണ്. പൊതുവേ നമുക്ക് സഹോദരങ്ങൾക്ക്, പ്രത്യേകിച്ച് 3-ാം ഭാവാധിപൻ 11-ൽ ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് നമുക്കെന്തെങ്കിലുമൊക്കെ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ ആ അഭിപ്രായ ഭിന്നതയൊക്കെ മാറുന്നതിനും, അതുപോലെ നമുക്ക് അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുന്നതിനുമൊക്കെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഈ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്കൊക്കെ പ്രത്യേകിച്ച് ഈ 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 11-ൽ ഉച്ചസ്ഥിതിയിൽ വരുന്നത് വളരെ നേട്ടം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. പൊതുവെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഏപ്രിൽ 14, മെയ് 14 എന്ന് പറയുന്ന ആ സമയം. അപ്പോൾ തൊഴിലിലൊക്കെ നമുക്ക് സ്ഥാനക്കയറ്റത്തിന് അനുകൂല സമയമാണ്. സർക്കാർ ആനുകൂല്യം കിട്ടുന്നതിന് അനുകൂല സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് ബിസിനസ്സിലൊക്കെ പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂല സമയമാണ്. പൊതുവെ നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് പോലെ മുന്നോട്ട് പോകാവുന്ന സമയമായിരിക്കും ആ സൂര്യൻ്റെ ആ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ ആ സൂര്യൻ വരിക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതം കൂടുതൽ സന്തോഷകരമാകുന്ന സമയമെന്ന് പറയാം. തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മൾ ഈ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അതിലൊക്കെ അവർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൊതുവെ ഒരു ലീഡർഷിപ്പ് തലത്തിലേക്കൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ പഠന മികവ് ഉണ്ടാകും.
പൊതുവേ നമുക്ക് മെമ്മറി പവറൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകുന്ന സമയവും കൂടിയാണ്. സൂര്യൻ 5-ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 5-ാം ഭാവം സൂര്യനെ സംബന്ധിച്ചിടത്തോളം നീച ദൃഷ്ടിയാണ്. അപ്പോൾ ഈ സന്താനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ പ്രണയ പങ്കാളിയുമായിട്ടോ ഒക്കെയുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അവരുമായിട്ട് ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്കും അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതേസമയം 5-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ സന്താനപരമായിട്ടുള്ള ഗുണാനുഭവം അവർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 5-ാം ഭാവത്തിലേക്കൊക്കെ സൂര്യൻ്റെ ദൃഷ്ടി നീച ദൃഷ്ടിയാണെങ്കിലും 5-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ ഗുണമുണ്ടാക്കും. അവർ മന്ത്രസിദ്ധിയൊക്കെ കൈവരിക്കുന്നതിന് അനുകൂല സമയമാണ്. അതൊക്കെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഘർഷം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരം മാനസിക സംഘർഷങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് ഈ സ്പിരിച്വൽ തലത്തിൽ ഉയരുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി കർക്കിടക കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതനാകുന്നത് എന്ത് ഗുണ അനുഭവങ്ങൾ ഉണ്ടാക്കും നോക്കാം. കർക്കിടക കുറുകാർ എന്ന് പറയുമ്പോൾ പുണർ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ കർക്കിടക കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് 2-ാം ഭാവാധിപനാണ്. ഈ 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏപ്രിൽ 14-ന് 10-ാം ഭാവരാശിയിലേക്കാണ്, കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ഈ 10-ാം ഭാവം എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഉച്ചരാശിയാണ്. അപ്പോൾ പൊതുവേ 2-ാം ഭാവാധിപനായിട്ടുള്ള മെയ് 14 വരെ സൂര്യൻ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരുന്നു. കർമ്മസ്ഥാനത്തൊക്കെ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ ദിഗ്ബലമുള്ള സമയമാണ്. അപ്പോൾ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 2-ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ അത് ദിഗ്ബലമുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടുമൊക്കെ രാഷ്ട്രീയ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. 2-ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതനാകുമ്പോൾ പൊതുവെ തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്, ഉയർന്ന അധികാരത്തിന് സാധ്യതയുണ്ട്. കൂടുതൽ ഉത്തരവാദിത്വങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് അവരുടെ ഭാഗത്ത് ഉണ്ടായെന്ന് വരാം. തൊഴിലിലൊക്കെ റെപ്യൂട്ടേഷൻ ഉണ്ടാകാവുന്ന സമയമാണ്. പൊതുവെ നമുക്ക് അംഗീകാരങ്ങൾ, ആദരവൊക്കെ തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലിടത്തൊക്കെ ലീഡർഷിപ്പ് തലത്തിലേക്ക് ഉയരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽ വഴിയൊക്കെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സൂര്യൻ 2-ാം ഭാവാധിപനാണ്. 2-ാം ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ കർമ്മ നേട്ടം വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രസീവ് ആകുന്ന സമയമാണ്. ഹാർഡ് വർക്കിന് ഉള്ള ഒരു അംഗീകാരം ഈ സമയത്ത് അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം. തൊഴിൽ മാറ്റത്തിനും അനുകൂല സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യൻ്റെ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതി വളരെ ഫേവറബിൾ ആയിരിക്കും എന്ന് തന്നെ പറയാം. സൂര്യൻ പൊതുവേ ഒരു 2-ാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ആ സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ചില ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വലിയ നേട്ടങ്ങൾ, ഉയർന്ന സ്ഥാനമാനങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പൊതുവെ പിതാവിനൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. പിതാവുമായിട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ രമ്യമായിട്ട് പരിഹരിക്കപ്പെടും. 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ ധനസ്ഥിതിയിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൊതുവെ സമ്പാദ്യത്തിൽ വർധനവുണ്ടാകും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ തൊഴിലിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം. സർക്കാർ വഴി കിട്ടേണ്ടുന്ന പണമൊക്കെ കൈവശം വന്നു ചേരുന്നതിനും സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് സുപ്പീരിയറായിട്ടുള്ള ഉദ്യോഗസ്ഥർ, മറ്റു മുതിർന്നവർ, ഇവരിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ആദരവ്, അനുകൂലമായിട്ടുള്ള ഇതുണ്ട്. പൊതുവേ നമുക്ക് ഒരു മൾട്ടി ടാസ്കിങ്ങിൻ്റെ സമയം എന്ന് വഴി അതുവഴി പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ അവരുടെ കർമ്മ മണ്ഡലം വഴി അവർക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന സമയമാണ്. സൂര്യൻ 4-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഈ 4-ാം ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ നീചരാശിയാണ്. അപ്പോൾ
കുടുംബ അന്തരീക്ഷത്തിൽ നമ്മൾ സൂര്യൻ്റെ ആ 4ലേക്ക് ദൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ കുടുംബ അന്തരീക്ഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അത്രത്തോളം ഫേവറബിൾ ആകണമെന്നില്ല. സുഖ അനുഭവങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. തൊഴിലിടത്ത് നമുക്ക് ഫോക്കസ് കൂടും. തൊഴിൽപരമായിട്ട് വളരെ നേട്ടങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുടുംബതലത്തിലൊക്കെ ചെറിയ ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ വസ്തുക്കളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, വസ്തു, വാഹനം, അതുപോലെ തന്നെ അങ്ങനെയുള്ള പർച്ചേസൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ഈ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ വ്യക്തമായിട്ട് പരിശോധിക്കണം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ പണം മുടക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പൊളൈറ്റായിട്ട് കുടുംബത്തിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് പ്രൊഫഷണൽ ലൈഫ് ഫാമിലി ലൈഫും സന്തുലിതമാക്കി കൊണ്ടുപോകേണ്ടുന്നതിന് ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. പ്രൊഫഷണൽ ലൈഫിൽ വലിയ നേട്ടം ഉണ്ടാകുമെങ്കിൽ അത്രത്തോളം ഒരു സുഖാനുഭവം ഫാമിലി ലൈഫിൽ ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.